കുറേയൊക്കെ ചീപ്പ് ക്വാളിറ്റി പാർട്സൊക്കെ കയറ്റിയതുകൊണ്ടാകാം വെയിറ്റിങ്ങുകളിലൊക്കെ കൂടിയിരിക്കുന്നത്. അത് യമഹ വീണ്ടും തേച്ചോ 4 കൊല്ലം മുമ്പ് FC-X തന്ന് നമ്മളെ തേച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം എന്തേ XR155 തന്നു. പക്ഷേ ഇൻ്റർനാഷണൽ സ്പെക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്തോനേഷ്യൻ വേരിയൻറ്റുമായിട്ട് കമ്പയർ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൻജിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ കുറച്ച് റിലയബിലിറ്റി ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യയുടെ വണ്ടിക്കായിരിക്കും കുറച്ചും കൂടെ ഒരു പ്ലസ് പോയിൻ്റ്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ RPMലൊക്കെ അവർ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് ഓടിക്കുന്ന ഇന്ത്യ. അപ്പോൾ യെസ്, നമ്മൾ വീണ്ടും ഒരു XSR155ൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ വരാനായിട്ടുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിവ്യൂ വീഡിയോയിൽ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് നമ്മൾ മെനങ്ങാത്ത ആ ഒരു XSR155ൻ്റെ വീഡിയോയിലിട്ടത്. അത് വലിയൊരു സക്സസ് ആയിരുന്നു. എന്തായാലും അത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. അതിനും XSR വരേണ്ടതായിട്ട് വന്നു. അതായത് നല്ല രീതി ചത്ത് കിടന്ന ചാനൽ വീണ്ടും പഴയതുപോലെ ഉണർന്നു വരാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അത് XSRൻ്റെ ഒരു ഫാൻ ബേസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ XSR വാങ്ങാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ അതൊന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പം XSR വാങ്ങിക്കാൻ നിന്ന കുറേ ആൾക്കാരൊക്കെ വണ്ടി വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമാണ്, ഹണ്ടറും റോണിനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ CB350 ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വണ്ടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞു ഓൾറെഡി. ബട്ട് സ്റ്റിൽ ഒരുപാട് വണ്ടി വാങ്ങാനായിട്ട് ഇനിയും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ആ വീഡിയോസിൻ്റെയൊക്കെ റീച്ചിൻ്റെയൊക്കെ ഒരു ഉദാഹരണം. അപ്പോൾ നമുക്ക് ഈ ഇന്ത്യയിലോട്ട് അവസാനം ഫൈനലി XSR155 നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്കെന്തായാലും യമഹ വീണ്ടും തേച്ചോ 4 കൊല്ലം മുമ്പ് FC-X തന്ന് നമ്മളെ തേച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം എന്തേ XSR155 തന്നു. പക്ഷേ ഇൻ്റർനാഷണൽ സ്പെക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ഡിഫറൻസ് നമ്മുടെ ഈ ഇന്ത്യൻ വേരിയൻറ്റിലുണ്ട്, യമഹ അതിലും ഒരു കോംപ്രമൈസ് കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്കത് നമ്മുടെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് മെസ്സേജ് അയച്ചപ്പോഴാണ് അത് സംഭവം ശരിയാണല്ലോ, എന്തൊക്കെ ഡിഫറൻസ് ഇൻ്റർനാഷണൽ സ്പെക്കുമായിട്ടുണ്ട് എന്ന് ഞാനൊന്ന് ഇന്തോനേഷ്യൻ യമഹയുടെ സൈറ്റിൽ കയറി, ഇന്ത്യൻ യമഹയുടെ സൈറ്റിൽ കയറി രണ്ടും കൂടെ താരതമ്യം ചെയ്ത് കുറച്ച് പോയിൻ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അത് എത്രത്തോളം നമ്മൾ ഇന്ത്യക്കാർക്ക് അത് വലിയൊരു ഡിഫറൻസ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൂസിയാസ്റ്റിക് ലെവലിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതൊരു ചെറിയ പോരായ്മയൊക്കെ പോലെ തോന്നും. ബട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ള കാര്യം. അതിനു മുമ്പ് ഒരാൾ കമൻ്റ് ഇട്ടേക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനതൊന്ന് പറയാം. അതായത് ഒരാൾ പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു എൻജിൻ വെച്ചിട്ട് പല രീതിയിൽ നമുക്ക് ഈ ഒരു എൻജിൻ യൂട്ടിലൈസ് യമഹ ചെയ്തിട്ടുണ്ട് സൂപ്പർ സ്പോർട്ടായിട്ടുള്ള R15. ഈ സൂപ്പർ സ്പോർട്ട് അല്ലേ എന്നിട്ട് R15 സൂപ്പർ സ്പോർട്ട് അല്ല എന്നാണ് ആ പുള്ളി പറയുന്നത്. എൻ്റെ ഒരു അറിവിൽ അത് സൂപ്പർ സ്പോർട്ട് ഡിസൈനിൽ വരുന്നൊരു മോഡലാണ്. സൂപ്പർ ബൈക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, സൂപ്പർ സ്പോർട്ട് ഡിസൈനിൽ വരുന്നൊരു വണ്ടിക്ക് അത് ആ ഒരു എൻജിൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. പിന്നെ RX100 ഈ കാലത്തിൽ അത് റെട്രോ ബൈക്ക് അല്ലേ? എനിക്കറിയത്തില്ല. ഈ പുള്ളി എന്തിനാണ് ഇങ്ങനെ കമൻ്റ് ഇടുന്നത്? പുള്ളിക്ക് അത് വിട്, നിങ്ങളത് കമൻറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് ശരിയാണോ ഇല്ല, നമുക്കതല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. ഫസ്റ്റിൽ തന്നെ എൻജിൻ്റെ കാര്യം പറയാം. എൻജിൻ്റെ കാര്യം സത്യത്തിൽ സെയിം ഒരു 155cc ലിക്വിഡ് കൂൾഡ് SOHC എൻജിൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ട്യൂണിങ്ങിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനുമായിട്ട് അല്ലെങ്കിൽ എമിഷൻ നോംസുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഫ്യൂൽ ക്വാളിറ്റിയുടെ ലെവലൊക്കെ അവർ പരിഗണിച്ച് ഒരുപാട് കിലോമീറ്റർ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വണ്ടി നമ്മുടെ ഇന്ത്യയിലോട്ട് ഇറക്കുന്നത്. അപ്പം അതിൻ്റെ ഫ്യൂൽ മാപ്പിങ്ങിലും അതിൻ്റെ എയർ ഫ്യൂൽ റേഷ്യോയിലൊക്കെ AFRലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന്, പിന്നെ എല്ലാത്തിലുപരി എമിഷൻ നോംസ് മീറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് നമ്മളുടെ ഇന്തോനേഷ്യൻ വേരിയൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൻജിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലൈറ്റ് കുറവാണ്. അതായത് ഇപ്പം 18.1 bhp ആണ് നമ്മുടെ ഇന്ത്യൻ സ്പെക്ക് XSRനും R15നൊക്കെ. വിദേശത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നേരത്തെ കണ്ട R15 വെർഷൻ 3 BS4 എൻ്റെ ഇരിക്കുന്ന മോഡലിൻ്റെ അതേ BHP കാറിലൊക്കെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ആ ഒരു സെയിം പവറിൽ തന്നെ ഇപ്പോഴും നിലവിൽ ഓടുന്നത്. ടോർക്കും കൂടുതലാണ് ആ ഒരു വണ്ടിക്കൊക്കെ. പക്ഷേ അതിനനുസരിച്ച് ട്യൂണിങ്ങിലൊക്കെ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ടാണ്. അത് നമുക്ക് വലിയ പവർ വലിയ പവർ വ്യത്യാസങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യത്തില്ല. ടോപ്പ് എൻഡിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുക. എൻജിനിലെ ട്യൂണിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ എമിഷനുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും.
അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇത് സ്പെക് ഷീറ്റിൽ കണ്ടതാണ്. എത്രത്തോളം എനിക്ക് കണ്ടിട്ട് വലിയ ഡിഫറൻസ് ആയിട്ട് പിക്ചറിൽ തോന്നിയില്ല. പക്ഷേ 170 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മുടെ ഇൻ്റർനാഷണൽ സ്പെക്കിന്. ഒരു ഏകദേശം നല്ലൊരു ADB മോട്ടോർ സൈക്കിളോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ആ ഒരു വണ്ടിക്കുണ്ട്. പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അത് 120 എന്നാണ് നമ്മുടെ ഇന്ത്യൻ സൈറ്റിൽ കൊടുത്തേക്കുന്നത്, ഇന്ത്യൻ സ്പെക്കിൽ. സോ 120 വലിയ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം അതൊരു അത് ഇനി ഒന്ന് നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യേണ്ടത്. സൈറ്റിൽ കിടക്കുന്ന ഒരു കാര്യം കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ കാണിച്ചതേക്കുന്നത്. നമ്മൾ ഇൻ്റർനാഷണൽ സ്പെക്കായിട്ടുള്ള XSR ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. സോ വലിയ ഹ്യൂജ് ഒരു ഡിഫറൻസ് തന്നെയാണ്. 50 ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിഫറൻസ് തന്നെയാണ്. പിന്നെ പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വെയ്റ്റാണ്. വെയ്റ്റ് ഇൻ്റർനാഷണൽ സ്പെക്കിന് കുറവാണ്. ഏകദേശം 134 കിലോ മാത്രമാണ് വണ്ടിയുടെ സ്റ്റോക്ക് വെയ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് വെയ്റ്റ് എന്ന് പറയുമ്പം 134, നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ 137. സ്റ്റിൽ ഇന്ത്യയിലെ വണ്ടി ഒരു ലൈറ്റ് വെയ്റ്റ് മോട്ടോർ സൈക്കിൾ തന്നെയാണ്. 137 കിലോ എന്ന് പറയുമ്പോൾ ലൈറ്റ് വെയ്റ്റ് മോട്ടോർ സൈക്കിൾ തന്നെ വരും. 155cc, അത്യാവശ്യം ലിക്വിഡ് കൂളിങ്ങും കാര്യങ്ങൾ കോംപ്ലിക്കേഷനൊക്കെ വരുന്നൊരു എഞ്ചിൻ എന്നുള്ള നിലയ്ക്ക് അത് കുറവ് തന്നെയാണ്. പക്ഷേ ഇൻ്റർനാഷണലിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ അത് ഹാൻഡിയാണ് വണ്ടി, കുറച്ചും കൂടെ ലൈറ്റ് വെയ്റ്റ് ആണ്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള ലോക്കൽ മാനുഫാക്ചറിങ്ങിൻ്റെ ആ ഒരു അനന്തരഫലമായിട്ട് വന്നിട്ടുള്ളൊരു ഭാഗങ്ങളാകാം. കുറേയൊക്കെ കാര്യങ്ങളിലൊക്കെ പാർട്സിലൊക്കെ കുറേയൊക്കെ ചീപ്പ് ക്വാളിറ്റി പാർട്സൊക്കെ കയറ്റിയതുകൊണ്ടാകാം വെയ്റ്റിങ്ങിലൊക്കെ കൂടിയിരിക്കുന്നത്. അത് വലിയ ഹ്യൂജ് കൂടുതലൊന്നും അല്ല, ഒരു 3 കിലോയുടെ വ്യത്യാസമാണ്. പക്ഷേ അത് നമുക്ക് 3 കിലോയുടെ വ്യത്യാസവും അതുപോലെ തന്നെ 1 BHP 1 NM ടോർക്കിൻ്റെ വ്യത്യാസവും കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ വണ്ടിക്ക് കുറച്ചും കൂടെ റെസ്പോൺസീവ് ഫീല് നമുക്ക് എന്തായാലും കിട്ടും. കാര്യം ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പം ഇറങ്ങുന്ന R15 വെർഷൻ 3യുടെയും വെർഷൻ 4ൻ്റെയും MT-50ൻ്റെ എഞ്ചിനും അത്യാവശ്യം നല്ല റെസ്പോൺസ് തന്നെയാണ്. ലാഗായിട്ടൊന്നും നമുക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല, പവർ ഇല്ലാതെ പോലും തോന്നിയിട്ടില്ല ആ ഒരു ക്ലാസ്സിൽ. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിരിക്കും വിദേശത്തുള്ള ഇൻ്റർനാഷണൽ സ്പെക്ക് വണ്ടികൾക്ക്. കാര്യം 3 കിലോ കൂടെ കുറയില്ല അഡീഷണലായിട്ട്. പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് ടയറിൻ്റെ കേസ് കെട്ടിലാണ്. അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇൻ്റർനാഷണൽ സ്പെക്കിലോട്ട് പോകുമ്പം അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ഡുവൽ പർപ്പസ് ടയറാണ് XSR 155ൻ്റെ ഇൻ്റർനാഷണൽ സ്പെക്കിൽ കൊടുത്തേക്കുന്നത്. ഡുവൽ പർപ്പസ് എന്ന് പറയുമ്പോൾ ഡുവൽ പർപ്പസ് പ്രോപ്പർ ഡുവൽ പർപ്പസ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അത്യാവശ്യം ഡുവൽ പർപ്പസ് രീതിയിൽ നമ്മുടെ എന്താ പറയണ്ടേ, CB350യിലോ അല്ലെങ്കിൽ മറ്റുള്ള മോഡൽസിലൊക്കെ നമ്മൾ ADVയിലൊക്കെ കണ്ട അതേ ഒരു ലെവലിലുള്ള ഡുവൽ പർപ്പസ് ടയറാണ് വിദേശത്ത് കൊടുത്തേക്കുന്നത്. കുറച്ചും കൂടെ ഓഫ് റോഡ് കേപ്പബിലിറ്റി കിട്ടാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് ക്ലിയറൻസും അതുകൊണ്ട് തന്നെയാണ് കൂട്ടിയേക്കുന്നത്. നമുക്കത് അതുകൊണ്ട് ഒരു അത്യാവശ്യം സ്ക്രാമ്പിളർ ലെവലിൽ ആ വണ്ടിയെ നമുക്ക് കാണാമായിരുന്നു, റെട്രോ ആണെന്നുണ്ടെങ്കിലും. സോ ആ ഒരു വണ്ടിക്ക് ഡുവൽ പർപ്പസ് ടയർ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അത് MRFൻ്റെ 140 സെക്ഷനും 100 സെക്ഷനും ഒരു സാപ്പറിൻ്റെ ടയറാണ് കൊടുത്തേക്കുന്നത്. ഒരു ലോക്കൽ ടയർ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു സെറ്റപ്പിൽ കൊടുത്തേക്കുന്നത്. അത് നമ്മൾ വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. നമുക്ക് കാര്യമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഇന്ത്യയിലോട്ട് ഈ ഒരു യമഹ ഈ ഒരു വണ്ടി ഇറക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിയുടെ വില 2 ലക്ഷം 1.80 ആ റേഞ്ചിലോട്ടൊക്കെ എങ്ങനെ പോയാലും പോകും. സോ നമുക്ക് ഡുവൽ പർപ്പസ് ടയർ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. നമുക്ക് അത് MR സ്റ്റാപ്പർ വേണ്ടെന്നുണ്ടെങ്കിൽ ഡുവൽ പർപ്പസ് ടയറിലോട്ട് പോയാൽ കുറച്ചും കൂടെ ലുക്ക്, വണ്ടിക്ക് എസ്തെറ്റിക് ലുക്കും കിട്ടും, ഓഫ് റോഡിൽ കുറച്ച് ഗ്രിപ്പും കൂടെ കിട്ടും. സോ അതാണ് കാര്യങ്ങൾ. പിന്നെ സസ്പെൻഷനിലൊന്നും തന്നെ, ഷാസിയിലൊന്നും തന്നെ ഒരു രീതിയിലുള്ള വ്യത്യാസങ്ങളും ഇല്ല. സസ്പെൻഷൻ സെയിം ആ ഒരു ഇൻവേർട്ടഡ് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ USD ആണ്. പക്ഷേ ചെറിയ സസ്പെൻഷനാണ്, എന്നാലും കുഴപ്പമില്ല. ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ലിങ്കേജ് മോണോഷോക്ക് സസ്പെൻഷനാണ് 2 വണ്ടിക്കും വരുന്നത്. സസ്പെൻഷൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ വണ്ടിയിൽ കൊണ്ടുവന്നില്ല. സസ്പെൻഷൻ അങ്ങനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ ഹാൻഡിലിങ്ങിനെ നല്ല രീതിയിൽ തന്നെ അത് ബാധിക്കും. പിന്നെ ബ്രേക്കിങ്ങിലാണെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ. ട്രാക്ഷൻ കൺട്രോൾ, ഡുവൽ ചാനൽ ABS എല്ലാം തന്നെ 2 ഇൻ്റർനാഷണൽ വേരിയൻ്റ് ഇന്ത്യൻ സ്പെക്കിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പിന്നെ ടാങ്ക് കപ്പാസിറ്റി എല്ലാം തന്നെ ഓക്കെയാണ്. പിന്നെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ഫിറ്റ് ആൻഡ് ഫിനിഷിലൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഗൂഗിൾ ഫോറംസിലൊക്കെ വായിച്ച് നോക്കിയ സമയത്ത്, അവിടുത്തെ ഇന്തോനേഷ്യയിലെ ആൾക്കാർ വണ്ടി ഉപയോഗിച്ചതിൻ്റെ യൂസർ റിവ്യൂ ഒക്കെ നോക്കിയ സമയത്ത് പ്ലാസ്റ്റിക് ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസം, നല്ല അടിപൊളി ഹൈ ക്വാളിറ്റിയാണ്. പക്ഷേ ഞാൻ അന്ന് കണ്ട സമയത്ത് ക്വാളിറ്റി ഉണ്ട്, നമ്മുടെ ഇന്ത്യയിൽ XSR 155ന് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് യമഹ ലെവലിലോട്ട് അത്ര അപ് ടു മാർക്ക് എന്നുള്ള ലെവലിലോട്ടൊന്നും പ്ലാസ്റ്റിക് ക്വാളിറ്റി എത്തിയിട്ടില്ല. ക്വാളിറ്റി ഉണ്ട്, നമുക്ക് ഒരു മോശപ്പെട്ട വണ്ടി മോശപ്പെട്ട ക്വാളിറ്റിയാണെന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരുപാട് കളർ വേരിയൻ്റിൽ തീർച്ചയായിട്ടും ഇന്തോനേഷ്യൻ സ്പെക്കിൽ, ഇൻ്റർനാഷണൽ സ്പെക്കിൽ നമ്മൾ ഒരുപാട് കാത്തിരുന്ന, ഇപ്പോഴും ഇനിയും കാത്തിരിക്കേണ്ട ഒരു മോഡൽ എന്ന് പറയുന്നത് ആ ഒരു ബ്ലാക്ക് വിത്ത് ഗോൾഡൻ അലോയാണ്. ഫുൾ ബ്ലാക്ക് വരുന്ന ആ ഒരു XSR 155
അതാണ് സത്യം പറഞ്ഞാൽ ഒരു ഭീകരമായിട്ടുള്ള ലുക്ക് നിലവിൽ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് അതുപോലുള്ള മറ്റുള്ള ഒരുപാട് കളർ വേരിയൻ്റ് ഇന്തോനേഷ്യയിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിലോട്ട് വരുമ്പം മോശമില്ലാത്ത കളർ ഓപ്ഷൻസ് തന്നെയാണ് വന്നേക്കുന്നത്. അതും ഇന്ത്യയിലെയും നല്ല അടിപൊളി കളർ തന്നെയാണ് വന്നേക്കുന്നത്. 4 കളർ ഓപ്ഷൻ, ബ്ലൂ, വൈറ്റ് അല്ല സിൽവർ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസിയിലൊക്കെ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. അതായത് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുമ്പം അതിൽ ഇന്ത്യയുടെ വണ്ടിക്കായിരിക്കും കുറച്ചും കൂടെ ഒരു പ്ലസ് പോയിൻ്റ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ടും എക്കണോമിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് തന്നെ ഫ്യൂവൽ ക്വാളിറ്റിയിലൊക്കെ ചെറിയൊരു കോംപ്രമൈസ് ഉള്ളത് കൊണ്ട് തന്നെ യമഹ അത്യാവശ്യം ഫ്യൂവലിങ്ങിലൊക്കെ ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ കിട്ടുന്ന അത്രയും മൈലേജ് എന്തായാലും വിദേശത്ത് കിട്ടത്തില്ല. വിദേശത്ത് കിട്ടത്തില്ലെന്നല്ല, തീർച്ചയായിട്ടും സെയിം എൻജിൻ തന്നെയാണ്. പക്ഷേ ഒരു 5-3 മൈലേജ് കൂടുതൽ ഇന്ത്യയിലെ വണ്ടികൾക്ക് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് പവറും അതിനനുസരിച്ച് കുറച്ചാണല്ലോ വെച്ചേക്കുന്നത്. പിന്നെ പറയാനുള്ളത് റിലയബിലിറ്റിയും ഏകദേശം അത്യാവശ്യം ക്വാളിറ്റി തോന്നിക്കുന്നത് അവിടുത്തെ ഇൻ്റർനാഷണൽ വേരിയൻറ്റിലെ വണ്ടികൾക്കാണ്. പക്ഷേ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക്കായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ടെന്നാണ് യമഹ പറയുന്നത്, നമുക്ക് ഈ ഒരു സ്പോറത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം തന്നെ ഒരു സെയിം ആസ് വിദേശത്തുള്ള വണ്ടി തന്നെയാണ്. ഇൻസ്ട്രുമെൻ്റ് കൺസോൾ ആണെങ്കിലും ഹാൻഡിൽ ബാർ ആണെങ്കിലും ടാങ്കിൻ്റെ ആ ഒരു ഷേപ്പും അതുപോലെ തന്നെ അലോ വീൽസ്, ഡിസ്ക് ബ്രേക്ക്, എല്ലാ സംഭവങ്ങളും സെയിം ആസ് ഇൻ്റർനാഷണലാണ്. പിന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് എഞ്ചിൻ്റെ ട്യൂണിങ്ങിൽ വ്യത്യാസവും പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലും അലോ വീൽസിൻ്റെ വെയിറ്റിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എങ്ങനെ പോലും വരും. കാര്യം ഇന്ത്യയിൽ ഉണ്ടാക്കുമ്പം അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ എന്തായാലും വരുമല്ലോ. ഓരോ രാജ്യത്തിനും അതിനനുസരിച്ചുള്ള രീതിയിലാണല്ലോ വണ്ടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നിരാശപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. ഇൻ്റർനാഷണൽ സ്പെക്കിനെക്കാട്ടിലും മികച്ച വണ്ടിയാണ് നമ്മുടെ ഈ വണ്ടിയെന്നോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയെക്കാളും മികച്ച വണ്ടിയാണ് ഇൻ്റർനാഷണൽ സ്പെക്കെന്നോ നമുക്കൊരിക്കലും തറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വിദേശത്തോട് അയക്കുന്ന വണ്ടിക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി എന്തായാലും കാണും. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് തന്നേക്കുന്ന വണ്ടി വലിയ കോംപ്രമൈസ് ഒന്നും ഇല്ലാതെ തന്നെയാണ് തന്നേക്കുന്നത് കേട്ടോ. ഒരു BHPയുടെ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു NM ടോർക്കിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത്ര ഹ്യൂജ് ഡിഫറൻസ് ഒന്നും അല്ല. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ RPMലൊക്കെ അവർ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് ഓടിക്കുന്ന MD അല്ലെങ്കിൽ R15 വെർഷൻ 3 ഒക്കെ ആണെങ്കിലും വെർഷൻ 4 ഒക്കെ ആണെങ്കിലും ഓടിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. സോ ഈ ഒരു ഡിഫറൻസൊക്കെയാണ് ഇൻ്റർനാഷണൽ സ്പെക്കിൽ നിന്ന് നമുക്ക് ഇന്ത്യൻ സ്പെക്കിലോട്ട് വരുമ്പോൾ നമുക്ക് എടുത്തറിയിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ചോദിച്ചതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്.